എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കനൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വെറി പിടിച്ചു തിക്കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുട്ടി വിളിച്ചത് പോലെ. ഹേ ഗൈസ്, അപ്പം ആദ്യം കണ്ട കുറച്ച് ഷോ കണ്ടല്ലോ, അത് കാര്യമാക്കണ്ട. ആദ്യമായിട്ട് ഇന്ന് പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് കേസ് എടുക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും നല്ല പേടിയുണ്ട്. കാരണം ഇന്ന് ഇത് എക്സാമിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൊളമായി കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ വഴക്കം കേൾക്കേണ്ടി വരുമായിരിക്കുമല്ലോ, അറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ദേ സ്കെത്തൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവാം. ഐ മീൻ പേഷ്യൻറ്റിൻ്റെ അടുത്ത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പേഷ്യൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈമാണ്. അപ്പം എല്ലാം കൂടി പോവാം. പിന്നെ മാത്രമല്ല, ഇന്ന് നമുക്ക് ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുന്ന ദിവസവും കൂടി. അപ്പോൾ അതിൻ്റെയും കൂടി കുറച്ച് എലമെൻ്റ് ആയിട്ടായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഫസ്റ്റ് അവർ ഫ്രീ ആയിരുന്നതുകൊണ്ട് തന്നെ എക്സാമിന് വേണ്ടി കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെരിമെൻ്റ് അല്ല കേട്ടോ, ചെയ്ത് നോക്കലും പിന്നെ വൈവിക്ക് പ്രിപ്പയർ ചെയ്യലൊക്കെ ആയിട്ട് ആ പീരീഡ് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മുടെ വൈവ ഇന്ന് കഴിഞ്ഞു. ഇന്നത്തെ വൈവ കഴിഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയില്ലേ? കുഴപ്പമില്ലാതെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. ഇനി ക്ലാസ് ഉണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ക്രിസ്മസ് ഫ്രണ്ട്. അപ്പം അതിൻ്റെ വിഷ്വൽസും കാണിക്കാം. ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടി മിസ്സിനെ കാത്തിരുന്നപ്പോഴത്തേക്കും തങ്കുദേ 2 കേക്കുമായിട്ട് മുന്നിൽ വന്നു. പിന്നെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങൾ അന്ന് കൂടുമായിരുന്നു നല്ല രീതിക്ക്. സവന, ശ്രിയ, ശാലിനി, ശ്രീലക്ഷ്മി, ശ്രിയ. അത്യാവശ്യം ഫേമസ് ആണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. ശരിക്കും കൂടെ ഉണ്ടായിരുന്നിട്ടും നന്ദയാണ് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ആവണേന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ലൈക്ക് നമ്മൾ ചോദിക്കില്ല എന്താ ഇഷ്ടം ഉണ്ടാവാന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ചോക്ലേറ്റ് ഒന്നും വേണ്ട, പിന്നെ എനിക്ക് ലൈക്ക് ഈ ഫോട്ടോ ഫ്രെയിംസൊക്കെ ഒത്തിരി ഇഷ്ടം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നന്ദിക്ക് ഓൾറെഡി അറിയായിരുന്നു. ആൻഡ് ദെൻ ഞാൻ പറഞ്ഞ സെയിം സാധനം തന്നെ കേട്ടോ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. എനിക്ക് ഞങ്ങളുടെ വൈറ്റ് കോട്ട് സെറമണിയുടെ ഫോട്ടോ അപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് ഈ ഫ്രെയിമിലുണ്ടായിരുന്നത്. അപ്പം ആ ഫോട്ടോ, ഇത് ഈ കാണുന്ന ഫോട്ടോ ആയിരുന്നത്. പിന്നെ സെലിബ്രേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലോട്ട് കടന്നു. അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറേ നേരം പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം പൊതുവേ ഉറങ്ങാറുള്ള 2 പീരീഡില്ലേ, ആ 2 പീരീഡും നല്ല അടിച്ചുപൊളിയായിട്ട് നല്ല രീതിയിൽ അന്ന് കഴിഞ്ഞു പോയി. ശരിക്കും അന്നൊരു ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ അന്ന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ലാസ്റ്റ് വർക്കിംഗ് ഡേ ഉണ്ടാവില്ലേ, ആ ഒരു ഫീലായിരുന്നു എക്സാക്ട്ലി ആ ദിവസത്തിന്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്തിരുന്നു. പാട്ടൊക്കെ പാടിയിട്ടൊരു അടിപൊളി ദിവസം അങ്ങനെ കടന്നു. ഇതേ അർമാദൻ ടീമിനെ കണ്ടല്ലോ, ഇവരാണ് പാട്ടൊക്കെ പാടി അടിപൊളിയാക്കി ഉഷാറാക്കിയത്. അപ്പോൾ നമ്മുടെ കോളേജ് ഇപ്പോൾ കഴിഞ്ഞു. ഇല്ലില്ല, നമ്മുടെ കോളേജ് ടൈം കഴിഞ്ഞു. ഇനി നമ്മൾ നന്ദനയുടെ ഒപ്പം പോവാണ്. ഞാനും ബസ്സും ഐഷു. മീറ്റു, #മീറ്റു. അപ്പൊ നമുക്ക് ഇനി പോകുന്ന വഴിക്ക് കാണാം. ഇത് ഡേ ഇൻ മൈ ലൈഫ് ആക്കിയല്ലോ. നമ്മളെങ്ങോട്ടാ പോകണ്ടേ? എനിക്കും ഡ്രസ് ഓൾട്ട് ചെയ്യാനുണ്ട്. ഐഷോ, ബാക്കി നിങ്ങളൊക്കെ ആരാ? നന്ദന, ഐശ്വര്യ ഒരു 2 ഉറക്കം കഴിഞ്ഞിട്ട് നിൽക്കുക. ആറ്റിറ്റ്യൂഡ്
ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത് പോകുന്നത്. ചെറുകുന്നം എന്നായിരുന്നു സ്ഥലത്തിൻ്റെ പേര്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.